മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രികയുടെ പിറന്നാൾ ഓർത്തു വെച്ച് മാധവൻ ചന്ദ്രികയ്ക്ക് 2 സ്വർണ്ണവളകളൊക്കെ സമ്മാനമായിട്ട് നൽകുവാണ് കേട്ടോ. മാധവേട്ടൻ എൻ്റെ പിറന്നാളൊന്നും മറന്നില്ലല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞ് ചന്ദ്രിക മാധവനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ വിനു അങ്ങോട്ടേക്ക് വരുന്നത്. വിനു തൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ പൂക്കൾ വെച്ചുള്ള ഒരു ചെറിയൊരു പൂച്ചെണ്ട് ചന്ദ്രയ്ക്ക് സമ്മാനമായി കൊടുത്തിട്ട് പിറന്നാൾ ആശംസകൾ നേരുവാണ്. അത് കാണുമ്പോൾ ചന്ദ്രയൊക്കെ വീണ്ടും കൂടുതൽ സന്തോഷമാകുക. വിനു, നീയോ എൻ്റെ പിറന്നാൾ ഓർത്ത് വെച്ചല്ലേ? ഇത് നീ തന്നെ ഉണ്ടാക്കിയതാണോ? എനിക്കൊത്തിരി സന്തോഷമായി. നീ എൻ്റെ വയറ്റിൽ പിറന്നല്ലെങ്കിലും എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ വിനുവും സങ്കടമൊക്കെ വന്ന് കണ്ണു നിറയുവാണ്. ഈ സമയം മുത്തശ്ശി വരാന്തയിലിരുന്ന് ചന്ദ്രികനെ വിളിക്കണേ, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരോ ഇവളിത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുവാണ്. ഈ സമയം ചന്ദ്രികയും മാധവനും വിനുവും എല്ലാവരും പുറത്തേക്ക് വരിക. ചന്ദ്രിക പറയണേ, അമ്മേ കുറച്ചു മുമ്പല്ലേ അമ്മക്ക് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് തുണി മടക്കി വെക്കാനായിട്ട് റൂമിലേക്ക് പോയത്. ഈ സമയം ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയണേ, അതെനിക്കറിയില്ലേ, ഞാനേ ഇങ്ങനെ വിളിച്ചത് നീ എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടിയിട്ടാണ്. നീ എന്നെ ഒരു അമ്മായിയമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ നീ നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കുറവ് വരുത്തുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് മടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഒരു പൊതിയെടുത്ത് ചന്ദ്രയ്ക്ക് നേരെ കൊടുക്കണേ. ഇത് എൻ്റെ വക നിനക്കുള്ളൊരു ചെറിയ പിറന്നാൾ സമ്മാനം. അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് കാശൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ചന്ദ്രക്ക് ചോദിക്കണേ, അത് ശരി, അപ്പോൾ അമ്മയ്ക്കും എൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മേ, പക്ഷേ ഈ പൈസ എനിക്ക് വേണ്ട, ഇത് അമ്മ തന്നെ വെച്ചോ. അമ്മ കാശിക്ക് പോകാനായിട്ട് സ്വരുക്കൂട്ടി വെച്ചതല്ലേ? അന്നേരം മുത്തശ്ശി വരണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് ഞാൻ നിനക്ക് സ്നേഹത്തോടെ തരുന്നതാ, നീ തന്നെ കൈ വെക്കണോ ഇത്. എടാ മാധവ, നീ ഇവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുത്തില്ലേ? അന്നേരം ചന്ദ്രിക പറയണേ, ദേ ഈ 2 സ്വർണ്ണവളകൾ മാധവേട്ടൻ വാങ്ങിത്തന്നതാ. ആണോ? കൊള്ളാം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനം തന്നെയായത്. പിന്നീട് കാണിക്കുന്നത് രാജീവിൻ്റെ മോളായ ദിയക്കുട്ടിക്ക് ന്യൂഡിൽസൊക്കെ ഇങ്ങനെ കോരിക്കൊടുക്കുന്ന മുത്തശ്ശീനെയാണ്. ഈ സമയം ദിയക്കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. ദിയ പറയണേ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ മുത്തശ്ശി രാജീവിൻ്റെ കോളിലേക്ക് വിളിക്കുവാണ്. രാജീവ് അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുക. എന്താ മോളെ, എന്താ ഈ സമയത്ത് വിളിച്ചത്? അന്നേരം ദിയ പറയണേ, അച്ഛാ വന്ദനാറ്റിക്കൊന്ന് ഫോൺ കൊടുക്കുമോ? അങ്ങനെ രാജീവ് ഫോൺ വന്ദനയുടെ കൈ കൊണ്ടുപോയി കൊടുക്കുവാണ്. ദിയ മോള സംസാരിക്കും. അങ്ങനെ വന്ദന ഫോൺ വാങ്ങി സംസാരിക്കുക. ഹലോ ദിയക്കുട്ടി. വന്ദന ആൻറ്റി എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കി തരുമോ? അന്നേരം വന്ദന ചോദിക്കണേ, ക്രാഫ്റ്റ് വർക്കോ? അതേക്കുന്ന രാജീവ് പറയണേ, അത് ഞാൻ കൊണ്ടുവരാമെന്ന് അവളോട് പറഞ്ഞതാണല്ലോ. ആ സമയം ദിയ പറയണേ, അച്ഛനത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ വരൂ, ആൻറ്റി എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കി തരുമോ? അന്നേരം വന്ദന പറയണേ, അതിനെന്താ മോളെ, ആൻറ്റി ഉണ്ടാക്കി തരാം. ആൻറ്റി മറക്കരുത്, ദിയക്കുട്ടിയുടെ കാര്യം ആൻറ്റി മറക്കുമോ? അല്ല, ഈ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാക്കി തന്ന ആൻറ്റിക്ക് പകരം എന്ത് തരും? എന്ത് വേണമെന്ന് ദിയ ചോദിക്കുക. അന്നേരം വന്ദന പറയണേ, എപ്പോഴും തരാറുള്ള സാധനം തന്നെ മതി. അങ്ങനെ ദിയ വന്ദനക്ക് ഫോണിലൂടെ ഉമ്മ കൊടുക്കുവാണ്. ഈ സമയം വന്ദനെ തിരിച്ചുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ കട്ടാക്കി അത് തിരിച്ച് രാജീവിനെ ഏൽപ്പിക്കുവാണ്. രാജീവിനെ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഈ സമയം ദിയയുടെ ഈ സംസാരമൊക്കെ കേട്ടായിരിക്കും കേട്ടോ രാഗിയുടെ ഭർത്താവ് അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം രാഗി ചോദിക്കണേ, ആരുടെ മോൾ ഫോണിൽ സംസാരിച്ചത്? വന്ദന ആൻറ്റിയോടെന്ന് ദിയ പറയുമ്പോൾ രാഗിക്ക് ദേഷ്യം വരുവാണ്. നിൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ നക്കാപ്പിച്ച ശമ്പളം വാങ്ങിക്കുന്ന അവളുമായിട്ടൊക്കെ നിനക്ക് കൂട്ടുകൂടാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡും കൾച്ചറും ഒക്കെ ഉണ്ട്. മോൾക്കിപ്പോൾ ക്രാഫ്റ്റ് വർക്കല്ലേ വേണ്ടത്, അത് ആൻറ്റി വാങ്ങിച്ചു തരാം. അന്നേരം ദിയ പറയണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വന്ദന ആൻറ്റി എനിക്ക് ചെയ്തു തരും. അന്നേരം രാഗിക്ക് അങ്ങ് ദേഷ്യം വരുക. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേടി എന്ന് പറഞ്ഞ് രാഗി കുഞ്ഞിനെ തല്ലാൻ വേണ്ടി കൈവാങ്ങുമായിരിക്കും. അന്നേരം അമ്മ തടയണേ, രാഗി നീ എന്തായി കാണിക്കുന്നത്? കുഞ്ഞിനെ നേർക്കാണോ കൈ വാങ്ങുന്നത്? അന്നേരം രാഗി പറയണേ, പിന്നെ ഇവളുടെ വായിന്ന് വരുന്നത് കുഞ്ഞു കുട്ടികളുടെ വായിന്ന് വരുന്നതാണോ? വെറുതെ അല്ല, ഇവളുടെ തലവെട്ടം കണ്ടപ്പോൾ തന്നെ ഇവളുടെ അമ്മ മുകളിലോട്ട് പോയല്ലോ. അതേക്കുമ്പോഴേക്കും ദിയമോൾക്ക് ഇങ്ങനെ എക്കിൾ വരുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി കുഞ്ഞിന് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാൻ അകത്തേക്ക് പോകുവാണ്. ഈ സമയം രാഗിയുടെ ഭർത്താവ് ദിയമോളെ നോക്കിക്കൊണ്ട് പറയണേ, മോൾക്ക് അമ്മയെ വല്ലാതെ മിസ്സാവുന്നുണ്ടല്ലേ, അമ്മയുടെ അടുത്തേക്ക് മോളെ വൈകാതെ എത്തിക്കാം, സമയമാവട്ടെ. അങ്ങനെ അവർ പറയുമ്പോൾ ദിയമോളാകെ പേടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഒരു വലിയ ഹോട്ടലിലേക്ക് എത്തുന്ന മാധവനെയും ചന്ദ്രികേനെയാണ്. അവരങ്ങനെ ഓട്ടോയിലോടെ എത്തുമായിരിക്കും. അന്നേരം ചന്ദ്രിക ചോദിച്ചണേ, എന്തിനാ മാധവേട്ട നമ്മൾ ഈ ഹോട്ടലിലേക്കൊക്കെ വന്നിരിക്കുന്നത്? ബർത്ത്ഡേക്ക് എന്നെ മാധവേട്ടൻ വിഷ് ചെയ്യുകയും സമ്മാനമൊക്കെ തരികയും ചെയ്തതല്ലേ? അന്നേരം മാധവൻ പറയണേ, അതൊക്കെ ബർത്ത്ഡേക്കാരുടെ സന്തോഷത്തിന്, ഇത് എൻ്റെ സന്തോഷത്തിനാണ്. എന്നാലും മാധവേട്ട ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിലൊന്നും നുള്ളിക്കേ. ഈ സമയം ബാക്കിൽ കൂടി വന്ന് വർഷ കയ്യിലിങ്ങനെ നുള്ളുവാണ്. എന്നിട്ട് അമ്മേനെ പിറന്നാളാശംസകളൊക്കെ നേരുവാണ് കേട്ടോ. ഈ സമയം ഹോട്ടലിൻ്റെ അകത്തുനിന്ന് വന്ദനയും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കാണുമ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ അങ്ങ് സന്തോഷം തോന്നുക. ദേ വന്ദനമോള്. അന്നേരം മാധവൻ പറയണേ, ഇന്നത്തെ ഈ പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തതേ നമ്മുടെ വന്ദനമോളാ.
അങ്ങനെ വന്ദനയും വന്ന് അമ്മേനെ വിഷ് ചെയ്യുവാണ്. എന്നിട്ട് പറയണേ, മക്കളാരും വിഷ് ചെയ്യാതിരുന്നപ്പോൾ സ്വന്തം മക്കൾ പോലും തൻ്റെ ബർത്ത്ഡേ മറന്നെന്ന് അമ്മ വിചാരിച്ചല്ലേ? സത്യത്തിൽ ആരും അമ്മേനെ മുൻകൂട്ടി വിഷ് ചെയ്യേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇങ്ങനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയായിരുന്നു അത്. വാ, നമുക്ക് അകത്തേക്കിരിക്കാം. ആ സമയം വർഷം പറയണേ, നിങ്ങൾ അകത്തേക്കല്ലേ, ഒരാൾ കൂടി വരാനുണ്ട്. വരാൻ പോകുന്നത് ഒരു സുനാമിയാ. അതേക്കുമ്പോൾ മാധവ് ചോദിക്കണേ, നിന്റെ മൂത്ത ചേച്ചി വസന്തയെക്കുറിച്ചാണോ പറയുന്നത്? ആ അത് തന്നെ എന്ന് പറഞ്ഞ് വർഷം അവിടെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് എത്തുവാണ്. അന്നേരം ചന്ദ്രിക പറയണേ, ഇത്രയും വലിയ ഹോട്ടലൊക്കെ അല്ലേ, ഇതൊന്നും വേണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ. അന്നേരം വന്ദന പറയണേ, അമ്മയുടെ പിറന്നാൾ ഓർക്കാത്ത മക്കളൊന്നും ഈ പരിപാടിയിൽ ആവശ്യമില്ല. ഈ സമയത്ത് അവിടെ നിന്ന് പ്രകാശിൻ്റെ മോൻ ഓടി വരുമായിരിക്കും. എന്നിട്ട് മുത്തശ്ശീനെ വിഷ് ചെയ്യണേ ഉണ്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല മോൻ ഒറ്റക്കാണോ വന്നത്? ഇതേ സമയം പ്രകാശിനും മനോജ് അവിടെ നിന്ന് വരും. അങ്ങനെ അവരും വിഷ് ചെയ്യുമായിരിക്കും. പിന്നീട് അവരുടെ ഭാര്യമാരും വന്ന് അമ്മേനെ വിഷ് ചെയ്യുമായിരിക്കും കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്ക് ഒത്തിരി സന്തോഷമാകണേ. അത് ശരി, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പിറന്നാൾ ഓർത്തിരുന്നു അല്ലേ? മതി, ഇതിൽ കൂടുതൽ വലിയൊരു പിറന്നാൾ സമ്മാനം എനിക്കിനി കിട്ടാനില്ല. മാധവേട്ട, എൻ്റെ ഈ സന്തോഷം തല്ലി തകർക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഒത്തിരി സന്തോഷം, എനിക്ക് മനസ്സ് നിറഞ്ഞു. ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ ഓട്ടോയിൽ വസന്ത 2 മക്കളും കൂടി അവിടെ എത്തുന്നത്. അന്നേരം ഓട്ടോക്കാരനോട് എത്ര രൂപയായിരുന്നു ചോദിക്കുമ്പോൾ 300 പറയുക. ആഹാ, അത് കുറച്ച് കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വഴക്കിടുമായിരിക്കും കേട്ടോ വസന്ത. ഇത് കണ്ട് വർഷം അങ്ങോട്ടേക്ക് വരുക. എന്താ ചേച്ചി ഇതൊക്കെ, വെറുതെ നാണം കെടുത്തല്ലേ? അന്നേരം ഹോട്ടലൊക്കെ നോക്കിയിട്ട് പറയണേ, ഓ എന്തൊരു വലിയ ഹോട്ടലാ, ഇവിടെയൊക്കെ വെച്ച് പാർട്ടി നടത്തുന്നതൊക്കെ കുറച്ച് പാഴ്ചലവ് തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് അകത്തോട്ട് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ഓട്ടോക്കാരൻ കാശ് തന്നില്ല എന്ന് പറയുവാണ് കേട്ടോ. ആ സമയം വസന്ത പറയണേ, പക്ഷേ ആ പൈസ ഒന്നെടുത്ത് കൊടുത്ത് ഇയാളെ പറഞ്ഞു വിട്ടേ. അയ്യോ, എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. അതേക്കുമ്പോൾ വസന്ത പറയണേ, ഓ കയ്യിൽ കാശില്ലാതെയാണോ ഇത്രയും വലിയ ഹോട്ടലിൽ വെട്ടി വിഴുങ്ങാൻ വന്നിരിക്കുന്നത്? താൻ വെയിറ്റ്, ഞാൻ അകത്ത് പോയിട്ട് കാശും കൊണ്ടുവരാം. അങ്ങനെ അകത്തേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട്, അയ്യോ എന്താ ഇത്ര ഒരു ആഘോഷം? അന്നേരം സുചിത്ര പറയണേ, ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അയ്യോ, എന്നിട്ടെന്താ ഒരു വാക്ക് എന്നോട് പറയാഞ്ഞത്? അന്നേരം സുചിത്ര പറയണേ, ഞങ്ങളോട് ആരും പറഞ്ഞൊന്നുമില്ല, ഞങ്ങളെ അത് ഓർത്ത് വെച്ച് അമ്മയെ വിഷ് ചെയ്തതാ. അന്നേരം വസന്ത പറയണേ, അത് പിന്നെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇവിടേക്ക് ഇത്രയും വലിയൊരു ആഘോഷമൊക്കെ നടത്തുന്ന കാര്യം എന്നെ അറിയിച്ചില്ലായിരുന്നു. അറിയിച്ചിരുന്നെങ്കിൽ ഒരു നല്ല സമ്മാനമായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരൂ. അതേക്കുമ്പോൾ പ്രകാശം പറയണേ, അതിനിപ്പോഴും വൈകിട്ടൊന്നുമില്ലല്ലോ, കടയും അടച്ചിട്ടില്ല, ഇപ്പോൾ പോയി വാങ്ങിയാലും മതി, അല്ലെങ്കിൽ പൈസ തന്നാൽ മതി, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. അതേക്കുമ്പോൾ വസന്ത പറയണേ, ഡാഡാ നീ കൂടുതൽ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ, നമ്മളെ രണ്ടാളും ഒരേ സമയം ഒരുമിച്ച് ജനിച്ചതാ. ഈ സമയം ആ ഓട്ടോക്കാരൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അന്നേരം വസന്ത പ്രകാശനോട് പറയണേ, ഒരു 300 രൂപ എടുത്ത് ഇയാൾക്ക് കൊടുത്തേ. ആ സമയം പ്രകാശൻ അവിടെ നിന്ന് ഫോണും പിടിച്ച് നൈസായിട്ട് എസ്കേപ്പ് ആകുവാണ് കേട്ടോ. ഈ സമയം മനോജിനോട് ചോദിക്കുമ്പോൾ മനോജ് അവിടെ നിന്ന് മുങ്ങിക്കളയുവാണ്. അന്നേരം അച്ഛനോട് ചോദിക്കുവാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ 500 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്ത് ബാക്കി പൈസ സ്വന്തം ബാഗിലേക്ക് ഇടുവാണ്. പിന്നീട് എല്ലാവരെയും കേക്ക് മുറിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പാട്ടൊക്കെ പാടി ചന്ദ്രിക മാധവനും കൂടി ഒന്നിച്ച് കേക്കൊക്കെ മുറിക്കുവാണ്. എന്നിട്ട് കേക്ക് മുറിച്ച് ആദ്യം തന്നെ മാധവൻ്റെ വായിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന ചന്ദ്രികനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്